ഓം നമോ ഭഗവതേ വാസുദേവായ. അതായത് പ്രഥമസ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായത്തിന്റെ സാരാംശമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ 13-ാമത്തെ അധ്യായത്തിൽ വിതുരരുടെ തീർത്ഥയാത്രയ്ക്ക് ശേഷം ഉള്ള വരവും വിതുരർക്ക് കൊടുക്കുന്ന സത്കാരം, അതായത് യുധിഷ്ഠിരർ സത്കാരം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു, അതാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ യുധിഷ്ഠിരർ വിതുരരെ കണ്ടിട്ട് വളരെ സന്തോഷമായിട്ട് എവിടെയൊക്കെ പോയി, എങ്ങനെയൊക്കെ അവിടെ ഇരുന്നു, അവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. എവിടെയൊക്കെ ഏത് തീർത്ഥാടനത്തിന് പോയി, ഏത് ക്ഷേത്രാടനം ആയിരുന്നു ചോദിച്ചിട്ട് പറയുന്നു. പിന്നെ ദ്വാരകയിൽ പോയിരുന്നു എന്നാണ് പ്രധാനമായിട്ടും ചോദിച്ചത്. പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണോ എന്ന് യുധിഷ്ഠിരർ ചോദിച്ചു. പക്ഷേ അപ്പോഴേക്കും യദുവംശം നശിച്ച് ഭഗവാൻ ധാമം പ്രാപിച്ചു കഴിഞ്ഞു. ഇത് വിതുരർക്കറിയാം. അത് മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ പോയെന്നറിഞ്ഞാൽ പാണ്ഡവന്മാർ സഹിക്കുകയില്ല. ദയാലുവായ വിതുരർ അത് പറഞ്ഞില്ല. അവർ എങ്ങനെയെങ്കിലും അറിഞ്ഞുകൊള്ളട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അത്രയും ദിവസം അവർ സമാധാനമായിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വിതുരർ യുധിഷ്ഠിരന്റെ ആവശ്യപ്രകാരം ആ രാജധാനിയിൽ വസിച്ചു. ആ വസിക്കുന്ന കാലം അത്രയും തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർക്ക് തത്വോപദേശം ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും വിരക്തിയൊന്നും വന്നില്ല. ധൃതരാഷ്ട്രർ അവിടെ ഇരുന്ന് പിന്നെ തൻ്റെ അനുജന്റെ മക്കൾ തരുന്നതൊക്കെ കഴിച്ചുകൊണ്ടും അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ വിതുരർക്ക് തോന്നി, കുറെ കടുത്ത വാക്കുകൾ പറയുമ്പോൾ ചിലപ്പോൾ ശരിയാവും. എന്ത് നോക്കിയിട്ടാണ്, എന്ത് ഓർത്തിട്ടാണ് എന്നും ഇവിടെ കഴിയാമെന്ന് വിചാരിക്കുന്നത്. ഒരു കാലത്ത് ഇവരെയൊക്കെ, പാണ്ഡവരെയൊക്കെ അങ്ങ് ദ്രോഹിച്ചല്ലോ. തൻ്റെ മകന് വേണ്ടി മകൻ പറഞ്ഞതനുസരിച്ച് എല്ലാരെയും ദ്രോഹിച്ചല്ലോ. ഒരു കാലത്ത് ദ്രോഹിച്ചിട്ട് ഇപ്പോൾ ഇവരുടെ കൂടെ ഇരിക്കാൻ ലജ്ജയില്ലേ എന്ന് കഷ്ടം തന്നെ. ഇങ്ങനെ കുറെ കടുത്ത വാക്കുകൾ പറഞ്ഞപ്പോൾ വിതുരർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ ധൃതരാഷ്ട്രം, വിതുരരും ഗാന്ധാരിയും കൊട്ടാരത്തിൽ നിന്ന് ആരോടും പറയാതെ, പറഞ്ഞാൽ യുധിഷ്ഠിരർ സമ്മതിക്കത്തില്ല, പോയി. ഇതൊന്നും അറിയാത്ത യുധിഷ്ഠിരർ അടുത്ത ദിവസം വന്ന് ഇവരുടെ താമസ സ്ഥലത്ത് നോക്കിയപ്പോൾ ഇവരാരുമില്ല. ഭയങ്കരമായിട്ട് വിഷമിച്ചു. അയ്യോ, എവിടെ പോയി, ഇവരെ കാണാതെ ആയല്ലോ എന്ന് വിഷമിച്ചു. അപ്പോൾ ജീവിതത്തിൽ ചില യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്താന് വേണ്ടി നാരദ മഹർഷി തുമ്പുരുവുമായി അവിടെ കൂടി വന്നു. അപ്പോൾ നാരദൻ മഹർഷി പറയാണ്, യുധിഷ്ഠിരത്ത് വിഷമിക്കണ്ട, ജീവിതത്തിൽ ചില യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണം. അതായത് അവർ ഹിമാലയത്തിന്റെ തെക്കുഭാഗത്ത് മുനിമാരുടെ ആശ്രമത്തിൽ സുഖമായി ജീവിക്കുന്നു. ധൃതരാഷ്ട്രർ ഭഗവത് സേവ കൊണ്ട് തൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി, അതായത് ഇന്ദ്രിയങ്ങൾക്ക് നിഗ്രഹം സാധിച്ചവനായി, അതായത് വിരക്തി വന്നവനായി പരമാത്മാവിൽ ലയിക്കാൻ ശ്രമിക്കുന്നു. അതിന് തടസ്സം ചെയ്യരുത്. അപ്പൊ ഇന്നേക്ക് 5-ാമത്തെ ദിവസം രാജാവ് ശരീരം ഉപേക്ഷിക്കും. അപ്പോൾ ശരീരം ഉപേക്ഷിക്കുന്ന വെച്ചാൽ പർണശാലയോടുകൂടെ തന്നെ അഗ്നിക്കിരയാവും. അത് കണ്ടു നിൽക്കുന്ന ഗാന്ധാരിയും അഗ്നിയിലെടുത്ത് ചാടും. തൻ്റെ ജീവൻ ഉപേക്ഷിക്കും. അങ്ങനെ ഇത് കണ്ട് വിതുരർ തൻ്റെ തീർത്ഥയാത്ര തുടരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെ നാരദൻ സമാപിച്ച് ഈ അധ്യായം പൂർത്തിയാവുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.